ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിലെ വിളവെടുപ്പാണ് കേട്ടോ. പക്ഷെ അതിന് മുന്നായിട്ട് ഞാനിതാ ഈ ചീരക്കട നോക്കിയേ, ഒരു ചീരക്കട കേട്ടോ, നിറച്ച് കൊമ്പും ജില്ലയായിട്ട് നന്നായിട്ടുണ്ട്. ഈ ഒരു കട മാത്രം ഉണ്ടായാൽ മതി നമുക്ക് കറി വെക്കാനായിട്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് പരിപ്പും ചീരയും കൂടി കറി വെക്കാനാണ്. പരിപ്പൊക്കെ വെന്തെടുക്കുന്നുണ്ടായിരുന്നു. നേരെ അരിഞ്ഞ ചീര അതിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് വേറെ ഒന്നല്ല, നമുക്ക് കുറച്ച് മുളക് പൊട്ടിക്കാനുണ്ട്. അങ്ങനെ പഴുത്ത മുളക് മാത്രമായിട്ടോ നമ്മൾ പൊട്ടിച്ചെടുക്കാറുള്ളൂ. അപ്പോൾ അത് എത്രയും മുളകൊക്കെ ആയിട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്തത്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ വഴുതിനിങ്ങ കുറച്ച് പൊട്ടിച്ചെടുത്തു. കറുപ്പ് വഴുതിനിങ്ങ ആയിട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അമരക്കായ പൊട്ടിക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് കുറച്ച് കൂടുതൽ പച്ചക്കറികൾ പൊട്ടിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പച്ചക്കറികളും പൊട്ടിക്കുന്നത് നമുക്കിന്ന് വീഡിയോയിൽ റീൽസിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീര, പച്ചച്ചീര, ചുവപ്പ് ചീര, അതേപോലെ തന്നെ നമ്മുടെ സുന്ദരി പോലെ തന്നെ കേട്ടോ. കഴിക്കാനായാലും ടേസ്റ്റാണ്, കാണാനായാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ചീരകളൊന്നും നമ്മൾ നടുന്നതല്ല, ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ വിത്തുകളൊക്കെ വീണ് അത് തന്നെ ഈ വർഷം നമുക്ക് മുളച്ച് വരും. അപ്പോൾ നമ്മൾ പറിച്ച് നടും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പറമ്പിൽ ഒത്തിരി പുതിയ എന്താ പറയുക പച്ചക്കറി തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, കപ്പലണ്ടി, സബോള, അങ്ങനെ ഒത്തിരി തരം പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഒരുവിധമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കൺമണിക്കുട്ടി ഇതാ നമ്മുടെ തക്കാളിയൊക്കെ എടുത്ത് അവൾ എപ്പോൾ തന്നെ പച്ചക്ക് കഴിക്കട്ടോ. അത്രയും രസമായിട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ സാധനങ്ങൾക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇതായിട്ട് നമ്മുടെ ചുവപ്പ് വെണ്ട, അതേപോലെ തന്നെ പച്ചവെണ്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതാ എത്രയും പച്ചക്കറികളായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. കൺമണിക്കുട്ടിയുടെ കയ്യിൽ കാണുന്നത് അബിയാണ്. അപ്പോൾ ഷായിട്ട് വന്നപ്പോൾ അബിയൊക്കെ ചേർത്ത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ.